ചില പ്രശ്നം നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് യേശു നമ്മളോട് പറയുകയാണ്, ചോദിക്കുന്ന ആളുകൾക്ക് ലഭിക്കും, മുട്ടുന്നവർക്ക് തുറന്നു കിട്ടും, അന്വേഷിക്കുന്നവർക്ക് അവർ കണ്ടെത്തുകയും ചെയ്യുമെന്ന് പറയുകയാണ്. യേശു ഒരു ഉപമയിലൂടെയാണ് നമ്മളോട് പറയുന്നത്. ഒരു അർദ്ധരാത്രിയില് ഒരു സ്നേഹിതനോട് വന്ന് 3 അപ്പം കടം ചോദിക്കുന്ന അല്ലെ വായ്പ ചോദിക്കുന്ന മറ്റൊരു സ്നേഹിതൻ. യേശു പറയുകയാണ്, ആ ഒരു അർദ്ധരാത്രിയില് അവന്റെ നിർബന്ധം കൊണ്ട് മാത്രം അയാള് തന്റെ സ്നേഹിതനോട് ഒരു ഉപകാരം ചെയ്തു കൊടുക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് യേശു പറയുകയാണ്, നിങ്ങൾ ഇതുപോലെ ചോദിക്കും, ദുഷ്ടരായ നിങ്ങൾ നല്ല ദാനങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നൽകുന്നെങ്കിൽ നല്ലവനായ ദൈവം എത്രയോ അധികമായിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. ഇന്നത്തെ സുവിശേഷ വായനയോട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൗകികമായ കാര്യങ്ങള് ദൈവത്തോട് ചോദിച്ചു വാങ്ങണം എന്നുള്ളതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനെ ദൈവത്തോട് നിർബന്ധപൂർവ്വം ചോദിച്ചു വാങ്ങണം എന്നുള്ളതാണ്. നാളെ നമ്മള് പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോ നമ്മളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ ചോദിച്ച് നിങ്ങൾ വാങ്ങണമെന്ന് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദൈവത്തോട് എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈശോ പറയുകയാണ്, ഒരു സ്നേഹിതനോട് നിർബന്ധിച്ച് അവന്റെ കയ്യിൽ നിന്നും ഒരു ഉപകാരം നമ്മൾ വാങ്ങിച്ചെടുക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ നിർബന്ധപൂർവ്വം ചോദിച്ച് നമ്മൾ വാങ്ങണമെന്ന് പറയുകയാണ്. പരിശുദ്ധാത്മാവ് നിറവിനായിട്ട് നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കാറുണ്ട്, എത്രമാത്രം നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ചോദിച്ച് വാങ്ങാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്